ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ്. നമ്മൾ കഥയിലേക്ക് കടക്കാം. പേര് വിനോദ്, ആർമിയിലാണ് ജോലി. അദ്ദേഹം 2 മാസത്തെ അവധിക്ക് വീട്ടിൽ വന്നിരിക്കുകയാണ്. വിനോദിന് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഭാര്യ മഞ്ചരി ഹൈസ്കൂൾ അധ്യാപികയാണ്. ടീച്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അത്യുഗ്രൻ സാധനം. ടീച്ചർ സ്കൂളിൽ പോകുമ്പോഴുള്ള വേഷം സാരിയാണ്. ആ സാരിയും ഉടുത്തുകൊണ്ടുള്ള ആ പോക്കൊന്ന് കാണേണ്ട തന്നെയാണ്. പൊക്കിളിന് താഴെ വെച്ചുള്ള സാരി ഉടുപ്പും തേച്ച് ഞൊറിയിട്ട പോലുള്ള ആ വെളുത്ത വയറും കാണുമ്പോൾ തന്നെ കിളവന്മാർക്ക് പോലും കമ്പിയാകും. വിനോദിന്റെ കാര്യം പറഞ്ഞാൽ ഒത്ത തടിയും നീളവുമൊക്കെയുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ. ദുശീലങ്ങൾ ഒന്നും തന്നെയില്ല. അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ആളിന് സ്ത്രീ വിഷയത്തിൽ സ്വല്പം വീക്ക്നെസ് ഉണ്ട്. ലീവിന് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച ടീച്ചറും ലീവായിരുന്നു. ആ ദിവസം വീട്ടിൽ വിനോദും മഞ്ചരി ടീച്ചറും കൂടി എന്തൊക്കെയോ നടത്തിക്കൂട്ടിയെന്ന് പറയാൻ പറ്റില്ല. തൃശ്ശൂർ പൂരം ആയിരുന്നു എന്ന് വേണം പറയാൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിനോദിനും മടുപ്പൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ടീച്ചർ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ വിനോദ് വീട്ടിൽ ഒറ്റയ്ക്കായി. കുട്ടിയും രാവിലെ നഴ്സറിയിൽ പോകും. അങ്ങനെ വിനോദ് തൻ്റെ പഴയ കുട്ടികളെയൊക്കെ ഓർക്കും. ഒരെണ്ണത്തിനെ ഒന്ന് പൊക്കിയാലോ, അവളുമാരൊക്കെ ഇപ്പോൾ എവിടെയാണോ ആവോ. അങ്ങനെയുള്ള അയാൾ മൊബൈലിൽ ഓരോരുത്തരുടെ നമ്പറുകൾ തപ്പാൻ തുടങ്ങി. ഒരാളിൻ്റെ നമ്പർ കിട്ടി. അതിൽ വിളിച്ചു. ഫുൾ ബെല്ലടിച്ചു കട്ടായി. റിപ്ലൈ ഇല്ല. ഗണപതിക്ക് വെച്ചതൊക്കെ കാക്ക കൊണ്ടുപോയി എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ വീണ്ടും മൊബൈൽ നമ്പർ പരതി. അങ്ങനെ അടുത്ത നമ്പർ കിട്ടി. കാർത്തിക. അയാൾ അവളെ വിളിച്ചു. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ ഉടൻ തന്നെ കോൾ എടുത്തു. കാർത്തികയും ടീച്ചറാണ്. മറ്റൊരു LP സ്കൂളിലെ ടീച്ചർ. നീ സ്കൂളിലാണോ? അയാൾ ചോദിച്ചു. വിനോദാണോ? ഞാൻ സ്കൂളിലാണ്. നീ എന്ന് വന്നു? കാർത്തിക തിരിച്ചു ചോദിച്ചു. അതൊക്കെ പറയാ. നീ സ്കൂളിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവിടം വരെ ഒന്ന് വരാമോ? മഞ്ചരി ഇല്ലേ അവിടെ? ഇല്ല. അവൾ ഇന്നു മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങി. മനസ്സിലായി. ടീച്ചറെ ഒരു പരിഭവമാക്കി സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് പുതിയ സുഖം തേടി നടക്കുക കൊച്ചു കള്ളൻ. ഞാൻ വരാം. പെട്ടെന്ന് തന്നെ ഇങ്ങ് വിട്ടേക്കണം. ഓക്കെ മോളെ, നിന്നെ പെട്ടെന്ന് വിടാം. വേഗം വാ. ഫോൺ കട്ട് ചെയ്തു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മഞ്ചരിയെ പോലെയല്ല കാർത്തിക. ഇരുനിറമാണെങ്കിലും നിറഞ്ഞ മാറിടവും വിരിഞ്ഞ നിതംബവുമൊക്കെയുള്ള അടിപൊളി ചരക്കാണവൾ. അങ്ങനെ ഓരോന്നോർത്തുകൊണ്ട് അയാൾ നിൽക്കുമ്പോൾ മുറ്റത്ത് ആക്റ്റീവയുടെ ശബ്ദം കേട്ടു. ജനലിന്റെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ കാർത്തിക. അയാൾ ചെന്ന് കതകു തുറന്നു. കാർത്തിക ചിരിച്ചുകൊണ്ട് കയറി വന്നു. ബാ, അകത്തിരിക്കാം. വിനോദും കാർത്തികയും അകത്തേക്ക് കയറി. വിനോദ് പറഞ്ഞു. എന്തുപാടി നീ? 3-4 മാസമായി കാണും നമ്മൾ തമ്മിൽ കണ്ടിട്ട്. നീ കേറിയാൻ കൊഴുത്തല്ലോ. നീ ഒട്ടും മോശമൊന്നും അല്ല. ആ ടീച്ചറെ ഒരു പരുവമാക്കിയില്ലേ? കാർത്തിക ഊറിച്ചിരിച്ചു. അപ്പോഴേക്ക് വിനോദിന്റെ കണ്ണുകൾ അവളുടെ ഓരോ ശരീര അവയവത്തെയും ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ബാ, ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ. കാർത്തികയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ അടുത്ത മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഇതിന്റെ 2ാം ഭാഗം കേൾക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരെ.